പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം. പ്രസംഗം കുട്ടികൾക്ക് വേണ്ടി. നാം അധിവസിക്കുന്ന ഈ ഭൂമി നമ്മുടെ അമ്മയാണ്. ഈ അമ്മയ്ക്ക് ചരമഗീതങ്ങൾ എഴുതുവാനുള്ള വഴികൾ ഒരുക്കുന്നതാവരുത് നമ്മുടെ ചെയ്തികൾ. ഇവിടെ ജന്മം കൊള്ളുന്ന ഓരോ മനുഷ്യനും ആവശ്യമായതൊക്കെ ഈ അമ്മ ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങനെ നമ്മെ കാത്തിരിക്കുന്ന ഈ അമ്മയെ ഹൃദയം തുറന്ന് സ്നേഹിക്കുക എന്നതാവണം നമ്മുടെ ധർമ്മം. ഭൂമിദേവി നമ്മളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും നമ്മൾ നമ്മുടെ സ്നേഹാദരവുകൾ സ്നേഹമയിയായ ഈ അമ്മയ്ക്ക് നൽകണം. അത് നമ്മുടെ നിലനിൽപ്പിന് തന്നെ ആവശ്യവുമാണ്. ഈ ഭൂമുഖത്തുള്ള കോടാനുകോടി ജീവജാലങ്ങളിൽ ഭൂമിയെ ദ്രോഹിക്കുന്നത് മനുഷ്യൻ മാത്രമാണ്. മനുഷ്യൻ അവൻ്റെ വർദ്ധിതമായ ആവശ്യ നിർവഹണങ്ങൾക്കായി ഭൂമിദേവിയെ അമിതമായി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ചൂഷണത്തിൻ്റെ അനന്തരഫലമാണ് പരിസ്ഥിതി നാശം. ഈ മണ്ണിൽ നിന്ന് അന്യമായ ഒരു ജീവിതം നമുക്ക് അസാധ്യമാണ്. ഈ മണ്ണും ഈ ജലസമ്പത്തും ഈശ്വരൻ്റെ വരദാനങ്ങളാണ്. ഇവയെ ദുരുപയോഗം ചെയ്യുക വഴി നമ്മൾ സ്വന്തം വാളാൽ സ്വയം വെട്ടി നശിക്കുകയാണ്. എല്ലാവരുടെയും ആവശ്യങ്ങൾക്കുള്ളതെല്ലാം ഈ പ്രകൃതിയിലുണ്ടെന്നും എന്നാൽ അത്യാർത്തിക്കുള്ളതില്ലെന്നും ഗാന്ധിജി സൂചിപ്പിച്ചത് പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്ന തിന്മയ്ക്കെതിരെയുള്ള ചിന്തയായിട്ടാണ്. ഈ ഭൂമിയെ സ്നേഹിക്കുന്നവരും ഇവിടെ ജനിച്ചു വീഴുന്ന എല്ലാവരും തുല്യരാണെന്ന സാഹോദര്യ ചിന്തയുള്ളവരും ഗാന്ധിജിയുടെ ഈ ആശയത്തിന് പ്രചോദനം ഉൾക്കൊണ്ടാൽ പ്രകൃതിയും പ്രകൃതി വിഭവങ്ങളും സംരക്ഷിക്കപ്പെടും. നാശത്തിലേക്ക് നടക്കുവാനുള്ള തീരുമാനം ആരും സ്വയം എടുക്കാതിരിക്കുക എന്ന സാമാന്യ ബുദ്ധിയെങ്കിലും ഉപയോഗിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ അശ്രദ്ധയും അഹന്തയും എല്ലാം കൂടി നമ്മളെയും നമ്മുടെ സഹോദരങ്ങളെയും നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമിയെ തന്നെയും സർവനാശത്തിലേക്ക് നയിക്കുന്നു. എന്നിട്ടും വിവേകിയെന്ന് സ്വയം അഭിമാനിക്കുന്ന മനുഷ്യർ ഇതറിയുന്നുമില്ല. ശ്രേഷ്ഠ സ്വഭാവങ്ങളുടെ എല്ലാ വിളക്കുകളും ഊതിക്കെടുത്തിയ ഒരു ജനതയ്ക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. ഭൂമി നമുക്ക് കനിഞ്ഞു നൽകുന്ന വരദാനങ്ങൾ സ്വീകരിക്കുവാൻ നമ്മൾ സ്വയം അയോഗ്യരായി തീർന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ ശക്തനാണെന്നും ധീരനാണെന്നുമെല്ലാം അവകാശപ്പെടുമ്പോഴും അവൻ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിനെ സംരക്ഷിക്കുവാനാവുന്നില്ല. ഈ വൈരുദ്ധ്യത്തിൻ്റെ അനന്തരഫലമാണ് പരിസ്ഥിതി നശീകരണം. ഈ വിപത്ത് ഈ തലമുറയെയും വരാനിരിക്കുന്ന തലമുറകളെയുമെല്ലാം സംഹരിക്കും. അത് നമ്മുടെ ചരമക്കുറിപ്പ് നമ്മൾ തന്നെ തയ്യാറാക്കലാവും. അതൊരിക്കലും ഉണ്ടാവരുതേ എന്നാവട്ടെ നമ്മുടെ പ്രാർത്ഥന. കാരണം അവയിലൊന്നുപോലും നമ്മുടെ സാമർഥ്യം കൊണ്ടുണ്ടായതല്ല. മഴ സമൃദ്ധിയായി പെയ്യുകയും നദികൾ യഥേഷ്ടം ഒഴുകുകയും ചെയ്യുമ്പോൾ ആ പ്രവാഹത്തെ തടഞ്ഞു നിർത്തുവാൻ മാത്രം നമുക്കറിയാം. ഈ പ്രപഞ്ച അത്ഭുതങ്ങളുടെ മുമ്പിൽ മനുഷ്യൻ ചെറിയവനാണെന്നും ഈ മഹാശക്തിയോട് അഹന്തയല്ല പ്രകടിപ്പിക്കേണ്ടതെന്നും തിരിച്ചറിഞ്ഞ് പ്രപഞ്ചത്തോട് വിനയപൂർവമായ സമീപനത്തിന് നമ്മൾ എത്രയും പെട്ടെന്ന് തയ്യാറാവണം. കാരണം പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ തന്നെ നിലനിൽപ്പിൻ്റെ ആനന്ദഗാനമാണ്. പരിസ്ഥിതിയുടെ താളം തെറ്റിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ താളം തെറ്റലാവും. അതുണ്ടാകാതിരിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ജയ് ഹിന്ദ്.